ദിവസങ്ങൾ കടന്നുപോയി. ദേവരുദ്രയുമായി കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. ഇപ്പം ആഹാരം കഴിക്കാനും കളിക്കാനും കുളിക്കാനും ഒക്കെ അവൾക്ക് ദേവ മതി. അച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ദേവയ്ക്കും സംസാരിക്കാനും സമയം പോകാനും രുദ്രയായിരുന്നു കൂട്ട്. കുഞ്ഞുറങ്ങുമ്പോൾ ചെറിയമ്മയോടും മുത്തശ്ശിയോടും അവൾ സംസാരിച്ചിരിക്കും. വലിയമ്മയും മാതിരിയും അവളെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഓരോന്ന് പറഞ്ഞു കുത്തുമെങ്കിലും രുദ്രയുടെ ചിരിയിൽ അവൾ അതെല്ലാം മറക്കും. മുത്തശ്ശിക്കും ചെറിയമ്മയ്ക്കും ഇപ്പോൾ ദേവയെ ഭയങ്കര കാര്യമാണ്. അഗ്നിയുമായി അവൾ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. അഗ്നിയും ആവശ്യമില്ലാതെ അവളോടൊന്നിനും പോകാറില്ലായിരുന്നു. ഒരു ഞായറാഴ്ച, രുദ്ര, അമ്മ മിണ്ടത്തില്ല, ഓടരുത്, കുളിക്കാൻ വന്നേ. അവൾ രുദ്രയുടെ പുറകിൽ ഓടി. മുറിയിലൂടെ ദേവെ അവളുടെ പുറകിൽ ഓടിക്കുകയാണ് രുദ്ര. എഞ്ചു കുച്ചണ്ട, അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഓടി. അച്ഛൻ വരുമ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുവേ, നോക്കിക്കോ, അവൾ കപട ദേഷ്യത്തോടെ രുദ്രയോട് പറഞ്ഞു. ഞാനും പറയും, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത്? ഉമ്മ ഇച്ചാടെ ഷർട്ടിട്ടത് അത് കുഞ്ഞി അമ്മയുടെ ഡ്രസ്സ് നനഞ്ഞു പോയതുകൊണ്ടല്ലേ. കുഞ്ഞി അത് അച്ഛനോട് പറയില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തന്നതല്ലേ. സത്യം തെറ്റിച്ച കള്ളം വന്ന് കുഞ്ഞെ പിടിച്ചോണ്ട് പോവേ. ഷായില്ല, ഞാൻ പറയാം അച്ഛയോട്. കുഞ്ഞി പറയരുത്. പറയും. നീ പറയുവോ? പറയും പറയും പറയും. അവൾ പറഞ്ഞുകൊണ്ട് വീണ്ടും ഓടി. ദേവ അവളുടെ പുറകിലോടി. ദേവ വാതിലിനടുത്തേക്ക് ഓടിയതും അഗ്നി കയറി വന്നതും ഒന്നിച്ചായിരുന്നു. ദേവ അഗ്നിയുടെ നെഞ്ചിൽ തട്ടി താഴേക്ക് വീഴാൻ പോയതും അഗ്നി അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് വീഴാതെ ബാലൻസ് ചെയ്ത് നിർത്തി. അവൻ അവളെ തന്നെ നോക്കി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് പിടിച്ചിരിക്കുകയായിരുന്നു. രണ്ട് കൈകളും അവൻ്റെ ഷർട്ടിൽ അമർത്തി പിടിച്ചിട്ടുണ്ട്. ചുണ്ടിന് മുകളിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവൾ കണ്ണുകൾ തുറന്നു നോക്കി. അവനും അവൾക്കുമിടയിൽ നൂഴിലകളുടെ വ്യത്യാസം പോലും ഇല്ലായിരുന്നു. അവൻ്റെ ശ്വാസനിശ്വാസങ്ങൾ അവൾക്കും അവളുടെ നെഞ്ചിടിപ്പ് അവനും അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. വിറയ്ക്കുന്ന അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ചാ, അമ്മേ ഉമ്മ വെച്ചേ. അവൾ കൈകളടിച്ച് തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു. അഗ്നി പെട്ടെന്ന് തന്നെ ദേവയിൽ നിന്നും വിട്ടുമാറി. അഗ്നിക്ക് അപ്പോഴാണ് അവൻ ചെയ്തത് എന്താണെന്നുള്ള ബോധം വന്നത്. അഗ്നിക്ക് ദേവയെ നോക്കാൻ മടി തോന്നി. ദേവയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അവൻ എന്തിനാ വിധേയായി നിന്നുകൊടുത്തതെന്നുള്ള ചിന്തയായിരുന്നു അവൾക്കും. അവൾ അഗ്നിയെ നോക്കാതെ കുനിഞ്ഞു നിന്നു. അച്ഛേ. അവൾ കൈകൾ പൊക്കി അവനെ വിളിച്ചു. എന്താടാ കണ്ണ? അവൻ പറഞ്ഞുകൊണ്ട് രുദ്രയെ പൊക്കിയെടുത്തു. ഛേ, അമ്മയുണ്ടല്ലോ. അവൾ പറയാൻ തുടങ്ങി. വാ രുദ്ര, കുളിക്കാം. ദേവ അവനെ നോക്കാതെ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ അഗ്നി അവൾക്ക് കുഞ്ഞിനെ കൊടുത്തില്ല. രുദ്ര എന്തോ പറയാൻ തുടങ്ങുകയാണെന്ന് അഗ്നിക്ക് മനസ്സിലായി. എന്താ കുഞ്ഞി, അമ്മ എന്ത് ചെയ്തു? അഗ്നി അവളെ നോക്കി ചോദിച്ചു. ദേവയ്ക്കാണെങ്കിൽ ടെൻഷൻ കയറി. ഇതും കൂടി അറിഞ്ഞാൽ അഗ്നിക്ക് എന്തെങ്കിലും തോന്നുമോ എന്നുള്ള പേടിയിലായിരുന്നു ദേവ. ഇന്ന് രാവിലെ ഉണ്ടല്ലോ അമ്മ കുച്ചിട്ട് അച്ചാടെ ഷർട്ടാനിട്ടത്. കുഞ്ഞി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേവയ്ക്ക് ആകെ ചളുപ്പ് തോന്നി. ആണോ ദേവ? അഗ്നി ദേവയുടെ ടെൻഷൻ കണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് അത് ഞാൻ എടുത്ത ഡ്രസ്സ് വെള്ളത്തിൽ വീണു. അപ്പോൾ അപ്പോൾ ബാത്റൂമിൽ ഷർട്ട് കിടപ്പുണ്ടായിരുന്നു. അത് അതാ ഞാൻ. അവൾ അവനെ നോക്കാതെ മറുപടി പറഞ്ഞു. സാരയില്ല കേട്ടോ, അത് അച്ഛയുടെ ഷർട്ടല്ലേ കുഞ്ഞാ, അമ്മ ഇട്ടോട്ടെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും കുഞ്ഞും പുഞ്ചിരിച്ചു. വന്നേ രുദ്ര, നമുക്ക് കുളിക്കാം. അവൾ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഇന്നും മോലെ അച്ഛ കുപ്പിക്കും. അവൾ അഗ്നിയെ നോക്കി പറഞ്ഞു. ഇന്ന് അച്ഛ കുളിപ്പിക്കാട്ടോ. അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കുഞ്ഞിനെയും കൊണ്ട് ബാത്റൂമിലേക്ക് കയറിയതും ദേവ കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനായി തുടങ്ങി. വൈകിട്ട് വീട്ടിൽ ഹാളിൽ ഇരിക്കുകയാണ് എല്ലാവരും. മുത്തശ്ശി വിളിച്ചു കൂട്ടിയതാണ് അവരെ. എന്താ മുത്തശ്ശി കാര്യം? അഗ്നി സംശയത്തോടെ ചോദിച്ചു. അഗ്നി, നിങ്ങളുടെ വിവാഹം കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്നതിനെപ്പറ്റി എന്താ നിന്റെ അഭിപ്രായം? മുത്തശ്ശി അവനെ നോക്കി ചോദിച്ചു. ആ സമയം അഗ്നി ദേവയെ നോക്കി. അവളതിനെ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അത് മുത്തശ്ശി, ഇപ്പം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അഗ്നി അവരോട് തിരികെ ചോദിച്ചു. അതെന്താ അഗ്നി, നിന്റെ വിവാഹം നാട്ടുകാരെയൊക്കെ അറിയിച്ച് നടത്തണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാൻ മോളുടെ അച്ഛനെ വിളിച്ച് സംസാരിക്കാനിരിക്കുക. വേണ്ട, അച്ഛനെ വിളിക്കണ്ട, ദേവ പേടിയോടെ പറഞ്ഞു. പിന്നെ എത്ര നാളിങ്ങനെ രണ്ട് കുടുംബമായിട്ട് ജീവിക്കും? എന്നായാലും ഒന്നാകേണ്ട കുടുംബമാണ് നമ്മുടേത്. തമ്മിൽ സ്വരച്ചേർച്ചയില്ലെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കണം. മുത്തശ്ശി അവരെ നോക്കി പറഞ്ഞു. ദേവ അഗ്നിയെ നോക്കി. അവനും എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്താ ഒന്നും മിണ്ടാത്തത്? ദേവമോള് എന്തേലും ഒന്ന് പറയ്. അഗ്നി, നീ എന്താ അഭിപ്രായം ഒന്നും പറയാത്തത്? മുത്തശ്ശി അവരെ രണ്ടുപേരെയും നോക്കി ചോദിച്ചു. അതിന് ഇവർ തമ്മിലുള്ളത് വെറും എഗ്രിമെൻ്റ് വിവാഹമല്ലേ, പിന്നെ എങ്ങനെ സമ്മതിക്കാനാ? 2 വർഷം കഴിഞ്ഞ് വേർപെടുത്താമെന്നുള്ള കോൺട്രാക്റ്റിൽ നടന്ന വെറൊരു നാടക വിവാഹമാണിത്. സരോജിനി എടുത്തിട്ടു. എന്ത്? നീ എന്തൊക്കെയാ സരോജിനി പറയുന്നേ? നാവിന് ലൈസൻസ് ഇല്ലാതെ ഓരോന്ന് വിളിച്ചു പറയരുത്.
അവരുടെ ഭർത്താവ് അവരെ നോക്കി പറഞ്ഞു, 5 വർഷത്തെ പ്രേമം പോലും, 5 വർഷം പോയിട്ട് ഒരു ദിവസം നിങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടുണ്ടോ? അവർ പുച്ഛത്തോടെ ചോദിച്ചു. വലിയമ്മേ, അഗ്നി ദേഷ്യത്തോടെ വിളിച്ചു. സത്യം പറയുമ്പോൾ നീ ഒച്ച വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അവർ അവനെ നോക്കി ദേഷ്യത്താൽ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും എങ്ങനെ ജീവിക്കുന്നുവെന്ന് എനിക്ക് മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ മുണ്ടും മടക്കിക്കുത്തി അവിടെ നിന്നും പോകാൻ എഴുന്നേറ്റു. അഗ്നി, സരോജിനി പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അത്രയും നേരം മിണ്ടാതിരുന്ന മുത്തശ്ശി അവനെ നോക്കി ചോദിച്ചു. മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് അവനൊന്ന് നിന്നു. അത് മുത്തശ്ശി, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ചോദിച്ചത് സരോജിനി പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നാണ്. ദേവാ, എന്താ സരോജിനി പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ അപ്പോൾ കള്ളമായിരുന്നോ? മുത്തശ്ശി ദേവയെ നോക്കി ചോദിച്ചു. അവൾ കണ്ണുകൾ നിറച്ച അഗ്നിയെ നോക്കി. അവർക്ക് രണ്ടുപേർക്കും ഒരു ഉത്തരവും പറയാനില്ലായിരുന്നു. അവരുടെ മൗനത്തിൽ നിന്നും അത് സത്യമാണെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി. ദേവ, നിനക്ക് ഇവിടുന്ന് പോകാം, നിന്റെ വീട്ടിലേക്ക്. മുത്തശ്ശി ദേവയെ നോക്കി ഒരു മുഖവുരയും ഇല്ലാതെ പറഞ്ഞു. ആതിരയും സരോജിനിയും പരസ്പരം നോക്കി ചിരിച്ചു. അത് മുത്തശ്ശി, ഏട്ടനും ഏട്ടത്തിയും. രഞ്ജു എന്തോ പറയാൻ വന്നത് മുത്തശ്ശി കൈ ഉയർത്തി അവനെ തടഞ്ഞു. അഗ്നി, ദേവയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ. മുത്തശ്ശി അഗ്നിയെ നോക്കി പറഞ്ഞതും അഗ്നി ഞെട്ടി ദേവയെ നോക്കി. അവയുടെ കണ്ണുകൾ അച്ചുവിന്റെ മടിയിലിരിക്കുന്ന രുദ്രയിലേക്കായിരുന്നു. രുദ്ര അവിടെ നടക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ ദേവയെ നോക്കി കുഞ്ഞിളം പല്ല് കാട്ടി ചിരിച്ചു. ദേവ, ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? നിനക്ക് ഇവിടുന്ന് നിന്റെ വീട്ടിലേക്ക് പോകാം. അതല്ല, നിന്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം. മുത്തശ്ശി അവളെ നോക്കി പറഞ്ഞു. വേണ്ട, അച്ഛനെ ഒന്നും അറിയിക്കേണ്ട. അച്ഛന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒന്നും താങ്ങാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാലും നിന്നെ സമ്മതിച്ചു വന്നിരിക്കുന്നു. പണത്തിന് വേണ്ടി ഒരുത്തൻ്റെ ഭാര്യയാകാനൊക്കെ എങ്ങനെയാടി നിനക്ക് തോന്നിയത്? നീ രുദ്രയെ നോക്കാൻ വന്നിരുന്നുവെങ്കിൽ അതിനും ഒരു അന്തസ്സുണ്ടായിരുന്നു. ഇതിപ്പോ അവർ പുച്ഛത്തോടെ അവളെ നോക്കി. സരോജിനി, മാധവൻ ദേഷ്യത്തോടെ വിളിച്ചു. ഏട്ടൻ ഒച്ച വെക്കണ്ട, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഇങ്ങനെയുള്ളവളുമാരെ ഒന്നും ഇവിടെ കയറ്റി താമസിപ്പിക്കേണ്ട കാര്യം നമുക്കുണ്ടോ? അവൾ നോക്കിയപ്പോൾ പണോ പ്രതാപമോ ഒക്കെ ഉണ്ട്. പിന്നെ അഗ്നിയുടെ മുറിയിലും അല്ലേ കിടപ്പ്. നാളെ അവൻ്റെ കൊച്ചിനെ വയറ്റിലാക്കിയാൽ ആ പേരും പറഞ്ഞ് ഇവിടെ കയറി കൂടാലോ. മതി, നിർത്ത്. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. ഇവളെ ഞാൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവളെ സംരക്ഷിക്കാനും അറിയാം. ഇവൾ എൻ്റെ കൂടെ ഇവിടെ തന്നെ കാണും. ഇവളെ പറഞ്ഞു വിടാമെന്ന് ആരും കരുതണ്ട, അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു. അഗ്നി, 2 വർഷത്തെ കോൺട്രാക്റ്റിലല്ലേ നീ ഇവളെ വിവാഹം ചെയ്തത്? 2 വർഷം കഴിയുമ്പോൾ നീ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടും. അപ്പോൾ ദേവയ്ക്ക് ഈ സ്വത്ത് വേണമെന്ന് പറഞ്ഞാൽ നീ അത് കൊടുക്കുമോ? ആ കുട്ടിയുടെ ജീവിതത്തിന് പകരം നീ എന്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഇപ്പം തന്നെ ദേവയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കണം. ഇപ്പോഴാകുമ്പോൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. മുത്തശ്ശി ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. മുത്തശ്ശി, എനിക്ക് അവൻ എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു. ഞാൻ പൊയ്ക്കോളാം. അതുവരെ മിണ്ടാതിരുന്ന ദേവ എല്ലാവരെയും നോക്കി പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് മുറിയിലേക്ക് പോകാൻ തുടങ്ങി. അഗ്നിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. സരോജിനിയും മാധുരിയും പരസ്പരം നോക്കി ചിരിച്ചു. ദേവ, നിൽക്ക്. മുത്തശ്ശി ദേവയെ നോക്കി വിളിച്ചു. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. സരോജിനി, എന്താ അമ്മേ? അവർ വലിയ കാര്യത്തിൽ ചോദിച്ചു. ഇതല്ലേ സരോജിനി പ്രതീക്ഷിച്ചത്? ഇപ്പം നല്ല സന്തോഷമുണ്ടല്ലോ മോളുടെ അമ്മയുടെ മുഖത്ത്. മുത്തശ്ശി അവരെ നോക്കി ചോദിച്ചതും അവർ വല്ലാതെയായി. അമ്മേ, സരോജിനി, ദേവ അഗ്നി താലി കെട്ടിയ കുട്ടിയാ. അവൻ എങ്ങനെ താലി കെട്ടിയോ എന്തോ, അവളിപ്പോൾ അവൻ്റെ ഭാര്യയാണ്. അവൾ ഇവിടെ തന്നെ കാണും. മുത്തശ്ശി എല്ലാവരെയും നോക്കി പറഞ്ഞു. ആർക്കും തന്നെ ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും പരസ്പരം നോക്കി. ദേവ അഗ്നിയെ നോക്കി. അവനും ഒന്നും മനസ്സിലായില്ല. എല്ലാവരും എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാണോ? മുത്തശ്ശി എല്ലാവരെയും നോക്കി ചോദിച്ചു. അതെ, അച്ചു പറഞ്ഞു. ദേവമോൾക്ക് കാല് വയ്യാതെ വന്ന ദിവസം ഓർക്കുന്നോ? അന്ന് മോൾ അച്ചുവിനോട് പറഞ്ഞിരുന്നു ഇതൊക്കെ, ഇല്ലേ? അവർ ദേവയെ നോക്കി ചോദിച്ചതും അവൾ യാന്ത്രികമായി തലയാട്ടി. അന്ന് മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ. അന്ന് ഞാൻ മോൾ അച്ചുവിനോട് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടത്. അഗ്നിയുടെ ചെറിയമ്മ അമ്പിളി പറഞ്ഞു. അന്ന് മോള് പറയുന്നത് കേട്ടിട്ട് ഞാൻ നേരെ പോയത് അമ്മയുടെ അടുത്തേക്കായിരുന്നു. എന്താ അമ്പിളി നിന്റെ മുഖത്തൊരു വിഷമം? എന്തു പറ്റി? ഒന്നുമില്ലമ്മേ, അമ്മയ്ക്ക് തോന്നണതാകും. അല്ല, നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്നോട് നീ കള്ളം പറയണ്ട. നിന്നെ സരോജിനി എന്തേലും പറഞ്ഞോ? ഇല്ലമ്മേ. പിന്നെന്താ? അത് അതമ്മേ, അഗ്നിയും ദേവയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അഗ്നിയും ദേവയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നോ? അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ? മോളുടെ അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ടല്ലേ അവർ വിവാഹം കഴിച്ചത്? അല്ലമ്മേ, അതൊക്കെ അഗ്നി വെറുതെ പറഞ്ഞതാ. അവർ കേട്ട കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോട് പറഞ്ഞു. എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? അഗ്നി ഇങ്ങനെയൊക്കെ? അമ്മേ, അമ്മ ഇത് കേട്ട് വിഷമിക്കരുത്. മോളെ അമ്പിളി, ഞാൻ പറഞ്ഞതുകൊണ്ടാണോ അഗ്നി ഇങ്ങനെയൊക്കെ? ദേവ ഒരു പാവം കുട്ടിയാ. ഞാൻ അവനൊരു വിവാഹം ചെയ്യണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. അവർ വിഷമത്തോടെ പറഞ്ഞു. അമ്മേ,
അവർ അവരൊരിക്കലും പിരിയാൻ പാടില്ല. ദേവയെപ്പോലൊരു കുട്ടിയെ ഇനി ഒരിക്കലും അഗ്നിക്കും രുദ്രയ്ക്കും കിട്ടില്ല. ഉം, അവരൊന്ന് മൂളി. ദേവമോൾ ഇവിടെ തന്നെ ഉണ്ടാകും, മുത്തശ്ശി നിശ്ചയത്തോടെ പറഞ്ഞു. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു. ആതിരയും സരോജിനിയും ചമ്മി നാറിയതുപോലെ നിന്നു. ദേവ രുദ്രയുടെ മുഖം മുഴുവൻ ചുംബിച്ചു. മറ്റുള്ളവർ അത് നോക്കി നിൽക്കുകയായിരുന്നു. അവളും തിരിച്ച് ദേവയുടെ കവിളിൽ ചുംബിച്ചതും ദേവ അവളെ ഇറുക്കി പിടിച്ചുകൊണ്ട് കരഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. ദേവ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് നടന്നു. കണ്ടു പഠിക്കും നിങ്ങൾ ആ കുട്ടിയെ. അവൾക്ക് ചാരു ആരാണെന്ന് പോലും അറിയില്ല. പെറ്റ വയറല്ലാഞ്ഞിട്ട് കൂടി അവൾ ചാരുവിൻ്റെ മോളെ സ്വന്തം മോളെപ്പോലെയാ നോക്കുന്നത്. ചാരു പോലും ഒരുപക്ഷെ ഇങ്ങനെ നോക്കില്ല. മുത്തശ്ശി ദേഷ്യത്തോടെ സരോജിനിയെ മാതിരിയും നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. അഗ്നിയും അവരെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് നടന്നു. ബാക്കിയുള്ളവരെല്ലാം അവരെ പുച്ഛത്തോടെ നോക്കി.